അപ്പോൾ നമ്മൾ ധർമ്മലിംഗം മല കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരന്മാർ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പോകണ വഴിക്ക് ഇതിനെ എല്ലാവരും കാണുകയും ചെയ്യാം, നമുക്ക് മേപ്പിട്ട് കയറുകയും ചെയ്യാം. മേപ്പിട്ട് കയറിയിട്ട് അവിടെ പോയിട്ട് അടിപൊളിയാക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മധുക്കരയ്ക്ക് അടുത്തുള്ള ധർമ്മലിംഗമല. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇതിൻ്റെ ഉയരം ഏകദേശം 300 മീറ്റർ എന്നാണ് പറയുന്നത്. ഇവിടേക്ക് പൊള്ളാച്ചിയിൽ നിന്നും അതുപോലെ പാലക്കാട് നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ മലയ്ക്ക് മുകളിൽ ശിവലിംഗമാണ് ഉള്ളത്. 5000 വർഷം പഴക്കമുള്ള മഹാഭാരത കഥയിൽ ഈ മലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂവാണ്. ഈ ക്ഷേത്രവും മലമുകളിൽ നിന്നുള്ള ചുറ്റുമുള്ള കാഴ്ചയുമെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഒരു സർപ്പത്തിന് മുകളിലുള്ള ഒരു താമരയിൽ ശിവൻ്റെ വിഗ്രഹമുണ്ട്. ഇതിനകത്ത് കയറുന്നതിന് മുമ്പായി ഇടതുവശത്തായി വിനായകനും വലതുവശത്തുള്ള മുരുകനെയും തൊഴുതി വേണം മുകളിലേക്ക് കയറാൻ. മുന്നിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾക്ക് മുകളിലേക്ക് കയറാം. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, 300 മീറ്റർ ഉയരമുള്ള ഈ മലയിൽ ഏകദേശം 850 പടികളുണ്ട്. ഈ ക്ഷേത്രത്തിന് 5500 വർഷത്തെ പഴക്കമുണ്ട്. താഴെ മുതൽ മുകളിൽ വരെ ഇടയിലിടയിലായിട്ട് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മലയും ഇവിടുത്തെ ക്ഷേത്രവും അതുപോലെ ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയോടുകൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മല കയറുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് വേസ്റ്റ് ബോക്സുകൾ വച്ചിട്ടുള്ളത് കാണാം. വേസ്റ്റ് സാധനങ്ങൾ അവിടെ മാത്രം നിക്ഷേപിക്കുക, അല്ലാതെ ഇരുന്നാൽ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. മല കയറുമ്പോൾ ക്ഷീണം അകറ്റാൻ വേണ്ടി ഇടയിലിടയിലായിട്ട് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ആശൻ എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ട്, അതെന്താണെന്ന് കൂടി കേൾക്കാം. അപ്പോൾ നമ്മൾ കാൽഭാഗം മേപ്പിട്ട് കയറിയിട്ടുണ്ട്. ഇനി വീണ്ടും മേപ്പിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. കുറേ കയറിയിട്ടുണ്ട് മേപ്പിട്ട്. ആശാനെ ആ മുടിയൊന്ന് ശീവി ഒതുക്കി വെക്കും. ശിവഭക്തന്മാരൊക്കെ ഇതുപോലെ ഇരിക്കൂ. ആശാന് തെറ്റിയതാണ്. കാൽഭാഗമൊന്നും കയറിയിട്ടില്ല. നമ്മളൊരു 15% മാത്രമേ കയറിയിട്ടുള്ളൂ. രാത്രി സമയങ്ങളിൽ വന്യമൃഗങ്ങളെല്ലാം വന്നു പോകുന്ന സ്ഥലമാണിത്. ഈ മലയുടെ തുടക്കം ഇപ്പോൾ കാണുന്നത് പോലെ ചെറുതായിട്ടുള്ള കയറ്റവും പിന്നീട് അതൊരു കുത്തനെയുള്ള കയറ്റവുമാണ്. ആ കുത്തനെയുള്ള കയറ്റം കയറുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുടിക്കാനുള്ള വെള്ളം ഈ മലയുടെ ഏകദേശം ഒരു 3/4 ഭാഗം കയറിയതിന് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം കയ്യിൽ തന്നെ കരുതുക. നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെള്ളം കൊണ്ടുവരുന്നതെങ്കിൽ
ഒരിക്കലും ബോട്ടിൽ ഇവിടെ വലിച്ചെറിയരുത്. അത് നിങ്ങൾ വലിയൊരു ഫൈൻ കൊടുക്കാൻ കാരണമാകും. പഴയതിനെ അപേക്ഷിച്ച് ഇവിടെ നിന്നുള്ള പടികൾ അല്പം കുത്തനെയാണ്. കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ ഇതിനേക്കാളും കുത്തനെയുള്ള പടികളാണ് പിന്നീടുള്ളത്. അവിടെയാണ് മുകളിലോട്ട് കയറുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നമ്മുടെ വിഷ്ണു ആശാനും മധു ആശാനും മല കയറിക്കൊണ്ടിരിക്കുന്നു. ഈ മല കയറാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ശിവൻ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ കണ്ട ഒരു ശിവഭക്തൻ നമ്മളോട് പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാൽ മധുക്കര ടൗണ്, അതുപോലെ മധുക്കരയിലുള്ള ഒരു സിമെൻറ്റ് ഫാക്ടറി, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിലുള്ള മുത്തുമല, അതുമാതിരി പതിമല എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. താഴെ ഗിരിബലപതി കൂടെയുള്ള സഞ്ചാരം വന്നിട്ട് പൗർണമി ദിവസങ്ങളിൽ മാത്രമാണ്. മറ്റുള്ള ദിവസങ്ങളിലൊന്നും അവിടെ സഞ്ചരിക്കാൻ പറ്റില്ല. കാട്ടുമൃഗങ്ങളെല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ഗിരിബലപാതയിൽ കൂടെ സഞ്ചരിക്കണം പറഞ്ഞാൽ പൗർണമി ദിവസങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോഴാണ് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആയ കാരണം അത് നിർത്തി വച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം മലയുടെ ഒരു കാൽഭാഗം കയറിയിട്ടുണ്ടാവും. ഇവിടെ വലതുവശത്തായി അടിയർ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ തൊഴുതിയതിനു ശേഷം നമ്മൾക്ക് മുന്നോട്ട് ഇത്രയും നേരം കയറിയതുപോലെയല്ല, ഇനി അങ്ങോട്ട് വളരെ കുത്തനുള്ള കയറ്റമാണ്. ഇനി കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ഇനി മുകളിലേക്ക് കയറുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ മധുക്കരയിലുള്ള റെയിൽവേ ട്രാക്ക് കാണാം. താഴെ പൗർണമി അമാവാസി ദിവസങ്ങളിൽ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. പാലക്കാട് ചുരത്തിലൂടെ വരുന്ന കാറ്റ് ഇവിടെ നിന്നാൽ നല്ലപോലെ ആസ്വദിക്കും. നമ്മുടെ ആശാന് സ്റ്റെപ്പ് കയറി മതിയായി. ഊടുവഴിയിലൂടെ കയറാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആശാൻ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടൻ ആശാൻ, സോറി ആസാനാണ്, പാലക്കാടൻ ആസാൻ. എന്താണ്ടത് മൂന്നും കൂടി എന്നെ തല്ലാൻ വരികയാണ്. നമ്മുടെ ശിവഭക്തനായ പാലക്കാട് ആശാൻ മുടിയെല്ലാം വിരിച്ചിട്ട് വീണ്ടും എന്തോ പറയാൻ വേണ്ടി വരുന്നുണ്ട്. എന്താണെന്നോട് കേൾക്കാം. ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാനും കേട്ടത്. പിന്നെ പൂസാരിമാരൊക്കെ ഉണ്ട് ഇവിടെ, പൂസാരി അവനെ കൊണ്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു. അതാണ് എന്താണെന്ന് അറിയില്ല. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ധർമ്മൻ ഇവിടെ സ്വയംഭൂവായി വന്നിട്ടുള്ള ശിവലിംഗത്തെ പൂജിക്കുകയും അങ്ങനെയാണ് ഇത് ധർമ്മലിംഗമല എന്ന പേര് വന്നത്. ആ പൂജിക്കുന്ന സമയത്ത് ഭീമൻ താഴെ കാത്തിരിക്കുകയും അതിനുശേഷം അവിടെ ഒരു പ്രതിഷ്ഠ, ഭീമൻ്റെ പ്രതിഷ്ഠ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ അത് കാണാം.
അടുത്തതായി ആശാൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് കാണാം. എന്നോട് പേര് സിദ്ധാർത്ഥ്. നിങ്ങൾ എന്നോട് ഫ്രണ്ട്സ്. ശിവൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്ന വേറെ 2 കൂട്ടുകാരെ കൂടി ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് കാലിന് സുഖമില്ലാത്തതാണ്. അവർ ബുദ്ധിമുട്ടിയാണ് ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ക്ഷീണിച്ചു. കുറച്ച് ദൂരം നമ്മൾ കയറി അവിടെ എത്തും. പക്ഷെ ഇതിന് മുകളിലൊരു വലിയൊരു മാങ്ങമരം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് പണ്ട് കാലത്തൊക്കെയാണ് ഉള്ളത്, ഇപ്പം ഇല്ല. അത് ഒരു മാങ്ങമരത്തിൽ തന്നെ 3 ടേസ്റ്റുള്ള മാങ്ങയുണ്ട് എന്നാണ് പറഞ്ഞത്. അതെന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം. അതെ, ഒരൊറ്റ മരത്തിൽ തന്നെ 3 വ്യത്യസ്ത രുചിയോടുകൂടിയ മാമ്പഴം. നമ്മൾ മുകളിൽ എത്താറായി. ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം. ദാ മുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ശിവ ശിവ, നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞു. ആ മുകളിൽ നിന്ന് നിങ്ങളെ കൂടി പറഞ്ഞില്ലേ ചൂടി ഭീമൻ നിൽക്കുന്നുണ്ട്. ഇതാണ്ടാ ഭീമൻ, നോക്കി നല്ലപോലെ നോക്കി കേട്ടോ. താഴെ വലതുവശത്തായിട്ടാണ് ഭീമൻ്റെ ക്ഷേത്രം. അതിന് തൊട്ടതായിട്ട് തന്നെയാണ് ഗണപതിയുടെ ക്ഷേത്രം കൂടി ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നവഗ്രഹ മണ്ഡപത്തിനടുത്താണ്. അപ്പോൾ എവിടെയും കണ്ടുവരാത്ത ഒരു രീതിയിലാണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത്. സൂര്യഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ രഥത്തിൽ നിൽക്കുന്ന സൂര്യദേവനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് രഥത്തിൽ സാരഥിയും കുതിരകളൊക്കെ ആയി നിൽക്കുന്ന സൂര്യദേവനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനൊരു പ്രതിഷ്ഠയുള്ളൂ, നവഗ്രഹ മണ്ഡപത്തിലെ ഇങ്ങനൊരു പ്രതിഷ്ഠ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. പണ്ട് കാലത്ത് ഇവിടെ വലിയൊരു പുറ്റുണ്ടെന്നും അതിലൊരു വലിയ സർപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് കാലക്രമേണ എല്ലാം നശിച്ചു പോയി. ഇപ്പോഴിവിടെ ഒരു നാഗദേവതയുടെ പ്രതിഷ്ഠ വച്ചിട്ടുണ്ട്. ഈ കാണുന്ന കിണറിൽ എത്ര വലിയ വേനലായാലും വെള്ളം വറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ക്യാമറമാൻ സന്തോഷിൻ്റെ ഒപ്പം പാലക്കാട്ടിലെ ആസാൻ.